Welcome to Flavors of India. West Coast എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സീ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഫ്രോസൺ ഫുഡിൻ്റെയും സീ ഫുഡിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് സീ ഫുഡിൻ്റെയും പ്രൊഡ്യൂസേഴ്സാണ് വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ബ്രീഡ് ചെയ്യുന്ന സ്ഥലം. ഇത് പ്രോൺസിൻ്റെ അല്ലെങ്കിൽ ഷ്രിംസിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ എംബ്രിയോ സ്റ്റേജ് തൊട്ട് അതിൻ്റെ ഒരു ഫാമിലേക്ക് കൊണ്ടുപോകുന്ന വരെയുള്ള ഒരു സ്റ്റേജാണ് ഇവിടെ നടക്കുന്നത്. ഇത് മറ്റൊരു യൂണിറ്റാണ്, അതായത് ഇതിൻ്റെ ഫീഡിൻ്റെ ബ്രീഡിംഗ് സ്റ്റേജിലെ ഷ്രിംസിന് പോസ്റ്റ് ലാർവ സ്റ്റേജ് മുതൽ, അതായത് ഷ്രിമ്പിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന ആൽഗയല്ല പിന്നത്തെ ഭക്ഷണം എന്താ ആർട്ടീമിയ. അതൊരു ജീവനുള്ള ഒരു കാര്യമാണ്. ഒരു സിസ്റ്റാണ്, അത് ഫ്രോസൺ ആയിട്ടാണ് വിദേശത്തു നിന്ന് വരുന്നതാണ് അല്ലേ. അതൊരു സിസ്റ്റായിട്ട് വരും, പിന്നെ അത് വിരിയിച്ചെടുക്കും. വിരിയുമ്പോൾ അതിൻ്റെ കളർ മാറും. നോപ്ലിയർ സ്റ്റേജ് ഏതാണ്ട് ഷ്രിമ്പിൻ്റെ നോപ്ലിയർ സ്റ്റേജിലെത്തും. ഓക്കെ, ആ നോപ്ലിയർ സ്റ്റേജിലായിരിക്കുന്ന ഈ ഒരു പിന്നെ ആർട്ടീമിയ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെയാണ് പോസ്റ്റ് ലാർവ ഷ്രിംസിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെയാണ് അതിൻ്റെ ഈ വിരിയിച്ചെടുക്കുന്ന സ്ഥലം. അതൊരു മുട്ട പോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഫീഡും മുട്ടയുടെ ഷേപ്പിൽ വരും, മുട്ടയായിട്ട് വരും. അത് ലൈഫുള്ളതാണ്. ലാർവ സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ലാർവ സ്റ്റേജിലുള്ള ഷ്രിംസിന് കൊടുക്കുക. ഇവിടെ ഇട്ട് വിരിയിച്ചിട്ട് 3 സ്റ്റേജസ് ഓഫ് സീ വാട്ടർ ഫിൽട്രേഷൻ പറഞ്ഞു. അത് കൂടാണ്ട് ഒരു സ്റ്റേജും കൂടി ഉണ്ട്. അത് എന്താണത്? 4ാമത്തെ കാർട്രിഡ്ജ് ഫിൽറ്റേഴ്സ് 5 മൈക്രോൺ വരെയും ഫിൽട്ടർ ചെയ്യാണ് സീ വാട്ടർ. ഓക്കെ, പ്ലസ് അത് കഴിഞ്ഞിട്ട് UV ഫിൽട്രേഷൻ, അതായത് സൂര്യപ്രകാശത്തിലുള്ള ഒരു ഫിൽട്രേഷൻ അല്ലേ. ഇറാഡിക്, അത് തന്നെ. മൈക്രോസ് ഇത് ഭയങ്കരമായിട്ട് 100% അല്ലേ, മാക്സിമം പോസിബിൾ എന്താ പറയുക, മൈക്രോബ്സിനെ ഇല്ലാതാക്കിയിട്ടാണ് ആ വെള്ളത്തിലാണ് ഈ മുട്ട അല്ലേ കൾച്ചർ ചെയ്യുന്നത്, എന്താ പറയുക, ഷ്രിംസിന്. ഹൈലി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിരിക്കുന്ന റൂമിലാണ്. എയർ ബ്ലോയേഴ്സ്. ഈ ബ്ലോയേഴ്സിന് പർപ്പസ് ഉണ്ട്. കാര്യം ഈ ഷ്രിംസ് അല്ലെ, ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഓക്സിജൻ അതിൽ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഓക്സിജൻ ആ വെള്ളത്തിലേക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം അല്ലേ 24 hours ഇങ്ങനെ ബ്ലോവേഴ്സ് യൂസ് ചെയ്ത് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ടാങ്ക്സിലും ഇതിൻ്റെ കണക്ഷൻസ് ഉണ്ട്. ഇതുവഴി വെള്ളത്തിലേക്ക് ഇങ്ങനെ ഓക്സിജൻ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് ഫുൾ ഇലക്ട്രിസിറ്റിയുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ടൊരു ബാക്കപ്പ് എന്നൊന്നും അതിലേക്ക് ഫുൾ ഇവിടെ ജനറേറ്റേഴ്സ്, അത്രയും ഹെവി ജനറേറ്റേഴ്സ് ഉണ്ട്. 24 hours ഇലക്ട്രിസിറ്റി. ഇവിടെ ഈ സ്റ്റോർ റൂമിൽ ഞാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ഈ പോസ്റ്റ് ലാവ സ്റ്റേജിലുള്ള അതിന് മുന്നേ ഉള്ള അല്ലേ ഏതൊക്കെ സ്റ്റേജ്, അതായത് മുട്ട വിരിഞ്ഞ് കുഞ്ഞാകുന്ന സമയം തൊട്ടുള്ള ഷ്രിംസിൻ്റെ ഭക്ഷണം, ആർട്ടിഫിഷ്യൽ ഫീഡ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. എല്ലാം പ്രോട്ടീനാണ് അല്ലേ, ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഫീഡ്സാണ്. PL ഫീഡ്സ് ഒക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അല്ലേ. ഇവിടെയുള്ള ഒന്നുമല്ല, എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. ഹൈ ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. ഈ 2 അറിയില്ലിങ്ങനെ സാമ്പിളാണിത്, ഈ സൈഡിലും ആ സൈഡിലും. ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫീഡ്സ് ആണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടീമിയ ഇതാണ് ജീവനുള്ള സാധനം അല്ലേ. ഓക്കെ, ഇത് എഗ്ഗിൻ്റെ ഫോമിലാണ് വരുന്നത്. ആർട്ടീമിയ എന്ന് പറഞ്ഞ ആർട്ടീമിയ സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ആർട്ടീമിയ സിസ് ഇത് എഗ്ഗാണ്. ഇത് ബ്രൈൻ ഷ്രിം എഗ്സ്. ഇതിനെ മുട്ടയുടെ ഫോമിലാണ്. ഇതിനെ അത് വിരിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് പോസ്റ്റ് ലാവയ്ക്ക് കൊടുക്കും. അപ്പോൾ ഏതാണ്ട് ഷ്രിംസിൻ്റെ ഷേപ്പിലുള്ളതാണ് പോസ്റ്റ് ലാവ. അവൻ കഴിക്കുന്നത് ഈ ചെറിയ ഇത് അല്ലേ, ഒരു ചെറിയ എന്താ പറയുക, വിരിഞ്ഞ് വരുന്ന
ഈ ആർട്ടിമിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല സ്റ്റേജസിൽ ഇത്രയും കൂടിയ ഫീഡ്സാണ് കൊടുക്കുന്നത്. എല്ലാം ഹൈ പ്രോട്ടീൻ ഭക്ഷണം. എത്ര വെറൈറ്റി ഫുഡാണ് ഇത് നമ്മളൊക്കെ കഴിക്കുന്ന പോലെ തന്നെ വെറൈറ്റി ഒക്കെ കൊടുത്ത് ഫീഡ് ചെയ്തിട്ടാണ് ഇവനെ വളർത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ എംബ്രിയോ സ്റ്റേജ് കഴിഞ്ഞാൽ തൊട്ട് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത്രയും ഫീഡൊക്കെ കഴിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ ക്യാമ്പേ ടൈഗർ ഷ്രിംസൊക്കെ വെളിയിൽ വരുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ ക്യാമ്പേ ടൈഗറിൻ്റെ ഷ്രിംസ് ഇത്രയും ക്വാളിറ്റിയിലാണിത് വളർന്നു വരുന്നത്. അതിൻ്റെ മനസ്സിലായില്ല, അതിൻ്റെ നോ യുവർ ഷ്രിം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഷ്രിമ്പിനെ അറിയാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാര്യം വെസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഷ്രിംസിനെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. ക്യാമ്പേ ടൈഗർ പ്രോഡക്ട്സ് എല്ലാം തന്നെ സീ ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ അതിനെ എങ്ങനെ വളർത്തുന്നു, അതെൻ്റെ അച്ഛനാരാ അമ്മയാരാ, അത് ഹവായിൽ നിന്ന് വരുന്ന അച്ഛനും അമ്മയും ഒക്കെ ബ്രീഡ് ചെയ്യുന്ന സമയം എങ്ങനെയാണ് അതിനെ മീറ്റ് ചെയ്യിക്കുന്നത്, സമയം തൊട്ട് അത് മുട്ടയിടുന്നു, അത് മുട്ട വിരിയുന്നു, അതിൻ്റെ 3 സ്റ്റേജസ് അല്ലേ, എന്നിട്ട് പോസ്റ്റ് ലാവ സ്റ്റേജിലെത്തുന്ന വരെയുള്ള ടേക്ക് കെയർ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഹാച്ചറി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെയാണ് അല്ലേ, എല്ലാം ഹൈ പ്രോട്ടീൻ ഭക്ഷണം കൊടുക്കുന്നു, അതിന് വേണ്ട കറക്റ്റ് സാധനങ്ങളൊക്കെ കൊടുത്ത്. ഇതൊന്നും ഈ കടലിലുള്ള ഷ്രിംസിനൊന്നും പാവം ഇങ്ങനെയൊന്നും ആരും ഇല്ലല്ലേ ടേക്ക് കെയർ ചെയ്യാൻ. ഇത് വേറൊരു ProW എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് വി ഡോണ്ട് യൂസ് എനി കൈൻഡ് ഓഫ് ആന്റിബയോട്ടിക്സ് ഇല്ല. ഓക്കേ, ഇത് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക് മാത്രം കൊടുക്കുക. അതിന് ആന്റിബയോട്ടിക് ഒന്നും വേണ്ട. അതിന് പ്രോബയോട്ടിക് ഒക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ആരോഗ്യം സൂക്ഷിക്കുന്നത്, കാഷ്വാലിറ്റീസ് ഒന്നും വരാതിരിക്കാനായിട്ട്. എന്തായാലും കൊള്ളാം. ഇത് ഭയങ്കര സ്പൂൺ ഫീഡറാണ്. പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ അല്ലേ, ടൈലോ മെയ്ഡ് പോലെയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ജനിക്കുന്ന സമയത്ത് ജനിക്കുന്നത് പോലും തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലേ. എപ്പോൾ ജനിക്കണം, ആരിൽ നിന്ന് ജനിക്കണം, എങ്ങനെ, ഏതായിരിക്കണം അമ്മ, ഏതായിരിക്കണം അച്ഛൻ, അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ക്വാളിറ്റി അറിയാമല്ലോ, ബ്രീഡ് എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പിടിഗ്രിയാണ് സംഗതികൾക്ക്. പിന്നെ അതിനെ വളർത്തുന്ന ആ ഒരു വിൽപ്പനയ്ക്ക് വിടുന്ന സമയവും അല്ലേ, അടുത്ത ഫാംസിലേക്ക് കൊടുക്കുന്നതും ഇവരുടെ തന്നെ വെസ്റ്റ് കോസ്റ്റിൻ്റെ ഫാംസിലേക്ക് പോകുമ്പോഴും ക്യാമ്പേ ടൈഗറെല്ലാം അറിഞ്ഞു പോവാണ് അല്ലേ. നല്ല സുന്ദരിയല്ല, വൈറ്റ് കളറല്ലേ, നല്ല ഭംഗിയാണ്, ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഓക്കെ, അത്രയും ഭംഗിയുള്ള അമേരിക്കൻ വൈറ്റ് ഷ്രിംസ് എൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ നോ യുവർ ഷ്രിം ഇവിടെ ഉള്ളവർക്ക് അറിയാം അല്ലേ. വലിയ ഇഷ്ടമായിരിക്കും അല്ലേ ഇവരെ വളർത്തുന്ന സ്റ്റേജോട്ട് കാണുന്നതുകൊണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഓരോ സ്റ്റേജിൻ്റെ വളർച്ച കാണുമ്പോൾ അഭിമാനം തോന്നില്ല ഇങ്ങനെ അല്ലേ, മക്കളെ വളർത്തുന്ന പോലെ കെയർ കൊടുത്തിട്ട്. അതിനെക്കാട്ടി കൂടുതൽ കെയർ വേണം. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ, കെയർ ചെയ്ത് ഇത് ക്രോസിൻ്റെ ഒരു ടേൺ ഓവറും ബിസിനസ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം കെയർ ചെയ്യും വേണം. ഒരു ശകലം പോലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നല്ല വൃത്തിയാക്കി ഉണ്ടാക്കി എടുത്തിട്ടാണ് അതിനെ ഫാമിൽ വളർത്താൻ വരുന്നത്. എന്നിട്ട് ഫാമിലും അതിനെക്കാട്ടിലും കെയർ കൊടുത്ത് അവിടെയും നല്ല കെയറും കറക്റ്റായിട്ട് കൊടുത്ത് വളർത്തി പിന്നെ അതിനെ വിളവെടുപ്പ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്തിട്ടൊക്കെയാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിത് വാങ്ങാൻ പോകുമ്പോൾ ഇതൊന്നും ചിന്തിക്കാറില്ല, പക്ഷെ വാങ്ങാൻ പോകുമ്പോഴും നമ്മളിതൊക്കെ ആലോചിക്കണം. കടലിൽ വളരുന്ന ആൾക്കാരിങ്ങനെ വൈൽഡാണ് അല്ലേ, വൈൽഡ് പ്രോൺസ് എന്ന് പറയാം. ഇതെല്ലാം ഭയങ്കര ഒരു വീട്ടിൽ വളരുന്ന പോലെയാണ്. ആ വ്യത്യാസമുണ്ട്. ഇത് ഇവിടുത്തെ PCR ലാബ് അല്ലേ. PCR ലാബ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും വൈറസ് ഡിസീസസ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഏത് സ്റ്റേജിലാണെങ്കിലും എല്ലാ സ്റ്റേജിലും ഞങ്ങളത് അതിൻ്റെ സാമ്പിൾസ് എടുത്തിട്ട് ചെക്ക് ചെയ്യും. എല്ലാ വൈറസ് ടെസ്റ്റും ഇവിടെ ചെയ്യും. മുട്ട വിരിയുന്ന സമയം തൊട്ട് എല്ലാ സ്റ്റേജസിലും ഏതെങ്കിലും വൈറസിൻ്റെ അറ്റാക്സ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ടെസ്റ്റ് അതിനുള്ള സംവിധാനവുമുണ്ട് PCR ലാബ്. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ കാണാനാണ് നിൽക്കുന്നത്. അതായത് ഇവിടുത്തെ മദർ പ്രോൺസ്. ഇതിനെ പറയുന്നത് ബ്രൂട്ട് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ബ്രൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ആരാന്ന് മനസ്സിലായല്ലോ. ഈ എന്താ പറയുക, ഷ്രിംസിനെ ഉണ്ടാക്കുന്ന അച്ഛൻ അമ്മ അല്ലേ, അവരുടെ പാരൻസ്. അതാണ് ഇങ്ങനെ ഭയങ്കര ഹൈ ക്വാളിറ്റി US ഹവായിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് നോക്കിയിട്ട്. അപ്പോൾ ഈ അമേരിക്കൻ വൈറ്റ് ലെഗ്ഡ് ഷ്രിം, അതിൻ്റെ ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഫീമെയിലും മെയിലും അതിനെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതാണ് ഒരു 2 ലക്ഷം മുട്ടയെല്ലാം ഇടുന്നത് ആഫ്റ്റർ മീറ്റിംഗ് ഈ ഒരു സീസൺ. അതിന് സാധാരണ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാറില്ല, അകത്താണ് അതിനെ സൂക്ഷിക്കുന്നത്. ഇപ്പം നമ്മളെ കാണിക്കാനായിട്ട് മാത്രം ഇപ്പോൾ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കാണിച്ചിട്ട് ഉടനെ തിരിച്ചു കൊണ്ടുപോകും. ഇതാണ് ബ്രൂട്ട് സ്റ്റോക്ക് അല്ലേ,
ഫീമെയിൽ ഷ്രിംസ്. അമേരിക്കൻ വൈറ്റ് ലെഗ്ഡ് ഷ്രിംസ്. പോണോ നോക്കൂ. അയ്യോ ലിറ്റോപെനേസ് വനമി എന്നാണ് ഇവൻ്റെ ശരിക്കുള്ള പേര്, സയൻറ്റിഫിക് നെയിം. കണ്ടല്ലോ, ഇതാണ് അമേരിക്കൻ വൈറ്റ് ലെഗ്ഡ് ഷ്രിംസ്. ഇതിനെ ബ്രീഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അത് മെയിലാണോ? ഓഹോ, അത് മെയില്. ഓക്കെ, അത് മെയിലാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെയിലാണ്. അത് കുറച്ചൊരു ബ്ലാക്ക് കളറാണെന്നേ ഉള്ളൂ. അത് കണ്ടീഷൻ ചെയ്ത് അതിൻ്റെ കളർ ചെറിയ ഒരു ബ്ലാക്ക് ടാങ്കിലിട്ട് ഇങ്ങനെ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ കാലെപ്പോഴും വൈറ്റ് തന്നെ ആയിരിക്കും. അതാണ് വൈറ്റ് ലെഗ്ഡ് ഷ്രിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ചെറിയൊരു കളർ ഡിഫറൻസ് ഇരുന്നോട്ട് വെച്ചൊരു ഒരു ബ്ലാക്കിഷ് ആക്കി. ഓക്കെ, എപ്പോഴും ബ്ലാക്ക് ടാങ്കിലാണ് ഇടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവനെ എടുത്ത് ബ്ലാക്ക് ടാങ്ക് ഇട്ടാൽ അങ്ങനെ ആവില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവനെ ഇപ്പൊ എടുത്ത് വൈറ്റ് ടാങ്കിൽ ഇട്ടാലോ? അയ്യോ, അപ്പൊ പിന്നെ അപ്പൊ ഇത് എത്ര കാലം ഇങ്ങനെ ബ്ലാക്ക് ടാങ്കിൽ കിടന്നാൽ ഇവൻ ഈ കളർ വരും? ആണല്ലേ? ഓക്കെ, അപ്പൊ ബ്ലാക്ക് ടാങ്കിൽ ഇട്ട് അതിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തിട്ട് ചെറിയൊരു ബ്ലാക്ക് കളർ തോന്നിക്കുന്നതാണ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൽ ഫീമെയിൽ ഡിഫറൻസിയേഷൻ. കാര്യം അവരെ മീറ്റിങ്ങിന് വിടുമ്പോൾ ആണും പെണ്ണും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫീമെയിലിന് സമയമാകുമ്പോൾ അതിൻ്റെ എഗ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് മെച്ചുറായി എന്ന് മനസ്സിലാവുമ്പോൾ അതിൻ്റെ ആ കുറുക്കിൻ്റെ അവിടെ ഒരു ഓവറി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് പറയുന്നത്. ആ ബാക്ക് സൈഡ് ഇങ്ങനെ ഇത് ബാക്ക് ബോണിൻ്റെ അവിടെ. അപ്പോൾ ഇപ്പോൾ അവൻ ഫീമെയിൽസ് വൈറ്റ് ടാങ്കിലും മെയിൽസ് ബ്ലാക്ക് ടാങ്കിലുമാണ് കിടക്കുന്നത്. ഇപ്പോൾ എപ്പോഴും സെപ്പറേറ്റഡ് ആണ്. ഇവരെ കണ്ടീഷൻ ചെയ്തിട്ട് ഇവരിപ്പം ഹവായിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അധികം ദിവസമായിട്ടില്ല. അപ്പോൾ കണ്ടീഷൻഡ് ആകണം. ഈ ഒരു സാഹചര്യവുമായി ഒന്ന് എന്താ പറയുക, താരതമ്യം പ്രാപിച്ച് അല്ലേ ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞിട്ടാണ് ഇവരെ മീറ്റിങ്ങിന് അനുവദിക്കുക. അപ്പോൾ ഇവൻ പ്രായപൂർത്തി ആകണം, ശരിക്കും മെച്യൂരിറ്റി ഇനഫ് ആകണം ഫീമെയിലിന്. അത് കഴിയുമ്പോൾ ഇവരെ തമ്മിൽ ഒരു ടാങ്കിലിടും. ഈ മെയിൽ ഷ്രിംസിൻ്റെ കൂടെയാണ് വിടുന്നത് ഫീമെയിൽസിൻ്റെ നമ്പർ കുറവും മെയിൽസിൻ്റെ നമ്പർ കൂടുതലുമായിരിക്കും. എന്നിട്ട് അവരെ മീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം കൊടുക്കും? ഒരു ദിവസം കൊടുക്കും, ഒറ്റ ദിവസം. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മാറ്റും. കാര്യം വിത്തിൻ 6-7 hours അത് മുട്ടയിട്ട് തുടങ്ങും. ആഫ്റ്റർ മീറ്റിംഗ് മുട്ടയിട്ട് തുടങ്ങും. മുട്ടയെന്ന് പറഞ്ഞാൽ 2 lakhs വരെ മുട്ടയിടും ഓരോ ഷ്രിമ്പും. പിന്നെ ഇവൻ്റെ ഒരു ഫീമെയിൽ ഷ്രിമ്പിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 3 years ആണ്. 6 മാസം മുതൽ അവൻ മുട്ടയിട്ട് തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രൈസ് ക്യാച്ചാണ്. ഇവിടുത്തെ എന്താ പറയുക, ക്വീൻ ബിയെ പോലെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ബ്രൂഡ് സ്റ്റോക്ക്. ഇവരിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ കുഞ്ഞുങ്ങളെയാണ് പല സ്റ്റേജസിലൂടെ ഇവരിങ്ങനെ പരിപാലിച്ച്, ഈ അമ്മയ്ക്കും അച്ഛനും ഒന്നും അറിയണ്ടല്ലോ, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ടേക്കൺ കെയർ ഓഫ്. അവർക്ക് കറക്റ്റ് പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ആൽഗയും ഓരോ സ്റ്റേജിൽ എന്ത് കൊടുക്കണം അതെല്ലാം കൊടുത്താണ് അവരെ പോസ്റ്റ് ലാവ സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. പോസ്റ്റ് ലാവ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ശരിക്കും ഒരു ഷ്രിമ്പിൻ്റെ ഷേപ്പ് ആവുന്നത്. അത് കഴിഞ്ഞാൽ അതിനെ വിടുന്നു, പിന്നെ പാക്ക് ചെയ്ത് അല്ലേ ബോക്സിലാക്കി. ഇതിന് ഞങ്ങൾ വെറൈറ്റി ഓഫ് ഫീഡ്സ് ഇതിനും കൊടുക്കുന്നുണ്ട്. ലൈവ് ഫീഡ്സ് ആണ്. ഓ, ലൈവ് ഫീഡ്സ്. അതിൽ മറൈൻ പോളിക്കേറ്റ് വേർഡ്സ് ഉണ്ട്, ക്ലാംസ്, പല ടൈപ്പ് ഓഫ് ക്ലാംസ്, ദെൻ സ്ക്വിഡ്, മസൽസ്, ഇതൊക്കെ ഇതും കഴിക്കുമോ? ഓയിസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ ഫീഡ്സ്. അത് ഫ്രഷ് ഫീഡ്സ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ ഫീഡും ഇവർ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ലൈവ് ഫീഡ്സ് ഒക്കെ കൊടുത്ത് നല്ല എന്തൊരു തയ്യാറെടുപ്പാണ്. കുഞ്ഞാകുന്നതിന് മുമ്പ്, മുട്ട ഇടുന്നതിന് മുമ്പ് തന്നെ അവരെ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് അത് നല്ല ഹെൽത്തി ബേബീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഹെൽത്തി ആയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനും എല്ലാ സ്റ്റേജിലും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേജിലും PCR ടെസ്റ്റ്. ഓക്കെ, കാലിഫോർണിയയിലെ കോൾഡ് വാട്ടറിലെ സ്ക്വിഡാണ് അവിടെ നിന്ന് വരുത്തിയാണ് ഇവന്മാർക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഫീഡ് ചെയ്യാനായിട്ട്. എനിക്ക് വയ്യ, ഭയങ്കര സംഭവമാണ്. ഇതെല്ലാം കഴിച്ച് മിടുക്കന്മാരായിട്ടേക്ക്. പിന്നെ ഈ പാരൻസിനെയും കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് PCR ലാബിൽ കൊണ്ടുപോയി അല്ലേ, എന്തെങ്കിലും ടെസ്റ്റൊക്കെ വൈറസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം. അങ്ങനെ തന്നെ പറയാം. നമ്മളൊരു മനുഷ്യൻ്റെ ഒരു സൈക്കിൾ പോലെ തന്നെ വിചാരിച്ചാൽ മതി. ഇത് നമുക്ക് തോന്നും കഴിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല ഷ്രിംസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും. പക്ഷേ അതൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കടലിൽ നിന്ന് പിടിക്കുന്ന ഷ്രിംസ് മോശമാണെന്നല്ല, പക്ഷെ അത് വൈൽഡ് അല്ലേ, അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിനൊരു വ്യത്യാസമുണ്ടല്ലോ, അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെസ്റ്റ് കോസ്റ്റ്
ക്യാമ്പേ ടൈഗർ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഫ്രോസൺ ഫുഡിൻ്റെയും അല്ലെങ്കിൽ സീ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എല്ലാം ഹാച്ചറി ആൻഡ് മെച്ചുറേഷൻ യൂണിറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി ഫാമാണ്. ഫാം കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിങ്, അത് കഴിഞ്ഞിട്ട് അവരുടെ ഔട്ട്ലെറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, ഇങ്ങനെ പോകുന്നു അതിൻ്റെ ആ ഒരു സ്റ്റോറി. പ്ലസ് എക്സ്പോർട്ട് ഓൾസോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. ഇതൊരു ഹോൾ സ്റ്റോറി ആയിട്ട് തന്നെ നമ്മളിത് കാണേണ്ടി വരും. അത് കാണണം. അത് കണ്ടാൽ നമുക്കതിൻ്റെ എത്രത്തോളം എഫേർട്ട്, എത്ര ആളുകളുടെ അധ്വാനം, എത്ര ആളുകളുടെ കെയർ ഈ ഷ്രിംസിനും ഫിഷിനും ഒക്കെ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് രസകരമായ കാര്യങ്ങളാണ്. ഇവൻ എന്ത് സൗന്ദര്യമാണ് അതല്ലേ. വന്ന രണ്ടുപേര് ഓവറി ഡെവലപ്പ് ആയിക്കൊണ്ട് ഓക്കെ, രണ്ട് സൈഡിലും ഒരു ബ്ലാക്ക് പോലെ കാണുന്നത്, അത് ഓവറി. ഓക്കെ ഓക്കെ, വൈറ്റ്, ബ്ലാക്കിൻ്റെ മുന്നേ ഒരു വൈറ്റ് കുറച്ച് കൂടുതൽ കാണുന്നത്. ആ രണ്ടുപേരുടെ ഓവറി നല്ല ഡെവലപ്ഡായി വന്നുകൊണ്ടിരിക്കുന്ന സ്ക്വിഡ്സ്, ഐ മീൻ ഇത് രണ്ടെണ്ണം. അതിൻ്റെ വൈറ്റ് കളറിലെ ഓവറി ഡെവലപ്പ് ചെയ്ത് ആ ബ്ലാക്കിൻ്റെ തൊട്ട് മേളിൽ കാണുന്ന ആ വൈറ്റ് കളറില്ലേ, അത് ശരിക്കും അതിൻ്റെ ഓവറി ഡെവലപ്പ് ആവുന്നുണ്ട് ഈ ഷ്രിംസിൻ്റെ. അപ്പോൾ ഇത് ശരിക്കും മുട്ടയിടാൻ അല്ലെങ്കിൽ മീറ്റിങ്ങിന് പാകമായി വന്നിരിക്കുന്ന ഷ്രിംസാണ് ആ രണ്ടുപേരും. അപ്പോൾ നമുക്ക് വെസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ക്യാമ്പേ ടൈഗർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാമ്പേ ടൈഗർ സീ ഫുഡ്സിൻ്റെ കാര്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഈ ഷ്രിംസ്, ഫിഷ്, ഇതിൻ്റെ എല്ലാം ജനിക്കുന്ന സമയം തൊട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് വരെ കാണേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം കാണാൻ വന്നതുകൊണ്ട് സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും എനിക്കറിയില്ല. നമ്മൾ കൊഞ്ച് വാങ്ങണോ കഴിക്കുന്നു എന്നുള്ളതല്ലാതെ കൂടുതലില്ല. പക്ഷെ ഒരു വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയായി ഏതാണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഓക്കെ, താങ്ക് യു. സാറ് മലയാളിയാണ്. അത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഗുജറാത്തിലാണെങ്കിൽ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് മനസ്സിലായല്ലോ. ഇത് സാറിൻ്റെ ശരിക്കുള്ള സ്ഥലം തലശ്ശേരിയാണ്. എറണാകുളത്താണ്. അപ്പോൾ പല സ്ഥലത്തും കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ട്, പക്ഷേ ഇപ്പം വെസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു ചീഫ് മാനേജറായിട്ടൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹാച്ചറി ആൻഡ് ഈ ഒരു യൂണിറ്റ്, മെച്ചുറേഷൻ യൂണിറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി ഉള്ളത് എവിടെയാണുള്ളത്? ആന്ധ്രയിലെ ഇതുപോലെ കർണാടകയിലാണ് അല്ലേ, കുംട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുപോലെ ഒരു ഹാച്ചറി ഉള്ളത്. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോഴും കോട്ടട വില്ലേജിൽ തന്നെയാണ്. ഇവിടെയാണ് വെസ്റ്റ് കോസ്റ്റിൻ്റെ ഹാച്ചറി നമ്മൾ സന്ദർശിക്കാൻ വന്നത്. ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, വെസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഹാച്ചറി. ഇനി അവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നിട്ട് ഇനി എനിക്ക് തിരിച്ച് ദിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു വില്ലേജ് ഏരിയ അല്ലേ, ഈ കോട്ടട എന്ന് പറഞ്ഞ വില്ലേജ് ഏരിയ. അപ്പം ഈ ദിയു എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു കോസ്റ്റൽ ബെൽറ്റാണ്. ശരിക്കും ഗോവ പോലെയോ അല്ലെങ്കിൽ ദമാൻ, ദിയു, ഇതെല്ലാം തന്നെ ഒരു അങ്ങനത്തെ പ്രദേശമാണല്ലോ. സീയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, ഒരു ദ്വീപ് പോലെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, അപ്പോൾ ഈ വേണമെങ്കിൽ നമ്മളിങ്ങോട്ട് വന്ന മാർഗം എന്ന് പറഞ്ഞാൽ റോഡ് മാർഗം തന്നെയാണ് ദിയുവിൽ. പക്ഷേ എനിക്കൊരു ചെറിയൊരു സന്തോഷം, ഇവിടെ നിന്നും നമുക്ക് ബോട്ട് മാർഗം ദിയുവിലേക്ക് പോകാം. കാര്യം ഈ വില്ലേജിൽ നിന്നും, കോട്ടട എന്ന് പറഞ്ഞ ഈ വില്ലേജിൽ നിന്നും ബോട്ടാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പോലെ ആ ബോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. വൈകുന്നേരം ഇവിടെ വന്നാൽ മതി, ഇതൊരു ബോട്ട് ജെട്ടിയാണ്. ഇവിടെ വന്നാൽ ഇങ്ങനെ ബോട്ടിൽ കയറി പോകാൻ സാധിക്കും. അപ്പോൾ ബോട്ടിൽ കയറി പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് കൊട്ടടയിൽ നിന്നും വണക്പാറ എന്ന് പറയുന്ന ദിയുടെ ചേർന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ദിയു ഡിസ്ട്രിക്റ്റിലേക്ക് തന്നെ പോകണം, വണക്പാറ. അവിടേക്ക് പോകാൻ 15 മിനിറ്റ് സമയം മതി ഹാർഡ്ലി ബോട്ടിലാണെങ്കിൽ. അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്നൊരു 10-15 മിനിറ്റ് നമുക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വാഹനം ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ കയറിയ ദിയുടെ സിറ്റി പ്രിമൈസസും അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റുന്നത്. അതായത് സിറ്റിയിലേക്ക് തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ കഷ്ടിച്ചൊരു ഹാഫ് ആൻ അവർ പോലും വേണ്ട. അതേസമയം കാറിലാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു 60 കിലോമീറ്റർ ബൈ റോഡ് സഞ്ചരിക്കേണ്ടി വരും. ഇത് കുറച്ചുകൂടെ ഈസിയാണ് ഈ ഒരു രീതി. അതുകൊണ്ട് ഞാൻ ബോട്ടിൽ തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കാം. ബോട്ട് സവാരി അറേബ്യൻ കടലിലൂടെ പോവാണ്. നോക്കൂ, ധാരാളം സീ ബേർഡ്സ് ഉണ്ട് ഈ ഭാഗത്തെല്ലാം. മാർഷിയായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഔട്ട്സ്കേർട്സ്.
വണക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. 10 മിനിറ്റ് പോലും വേണ്ട അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ദിയു ടൗണിലേക്ക് അല്ലെങ്കിൽ മെയിൻ ടൗൺഷിപ്പിലേക്ക് 15 മിനിറ്റ് ബൈ റോഡ് പോകാൻ പറ്റും. അവിടെ ഫുൾ ഫിഷിംഗ് ബോട്ട്സ്, ബിൽഡിങ്സ് എല്ലാം ഉണ്ടല്ലോ. നല്ല രസകരമായ ഒരു കടൽ യാത്ര. വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, 10 മിനിറ്റേ പോകുന്നുള്ളൂ. എങ്കിലും നമുക്ക് നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല ആസ്വാദം. ഒരു കോസ്റ്റൽ വില്ലേജിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, കോസ്റ്റൽ ബെൽറ്റ്. നമ്മൾ ദിയു ദമൻ എന്നൊക്കെ പറയുന്നത് ദിയു എന്നുള്ള യൂണിയൻ ടെറിട്ടറിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫിഷിംഗ് ബോട്ട്സിൻ്റെ ഏരിയയാണ്. അവരുടെ കപ്പലിൽ, അവരുടെ ബോട്ടിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ തന്നെ ഉണക്കാനായിട്ട് ഫിഷെല്ലാം. ഇത് കംപ്ലീറ്റ് ഫിഷിംഗ് ഹാർബർ ഏരിയ. നമ്മുടെ സ്ഥലം എത്തി. വണക്കപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ് നമ്മൾ 10 മിനിറ്റേ എടുത്തുള്ളൂ. നേരെ വന്നു. ഇനി ഇവിടെ ഇറങ്ങുന്നു. എന്നിട്ട് നമ്മളൊരു ഓട്ടോറിക്ഷയിലാണ് ദിയു സിറ്റിയിലേക്ക് കറങ്ങാൻ പോകുന്നത്. അങ്ങനെ കോട്ടട എന്ന് പറയുന്ന വില്ലേജിൽ നിന്നും വണക്കപ്പാറ ഗ്രാമപഞ്ചായത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഓട്ടോയിൽ കയറി നമുക്ക് ദിയു ടൗണിലേക്ക് പോകാം.